നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാം ദേവി നടത്തിത്തരും. ഈ നാളികേരം ഗണപതി ഭഗവാന് മുന്നിൽ ഉടയ്ക്കണം. അമ്മയ്ക്ക് മാത്രമല്ല, മരുവത്തൂർ വീട്ടിലുള്ള ഒരാൾക്കും ഒരു കുഴപ്പവും സംഭവിക്കില്ല. വിനായകൻ പ്രസാദിച്ചാൽ തെളിയാത്ത വഴികളില്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഏട്ടത്തി അത്രയ്ക്ക് വിശ്വാസമല്ലേ? പക്ഷെ ഏട്ടത്തി എന്താ ചെയ്യുന്നത്? നിങ്ങളെ കൂടെ കൊണ്ടുപോവാതെ സ്വന്തം ആങ്ങളെയും ഭാര്യയും കൂടെ കൊണ്ടുപോകുന്നു. അത് നിങ്ങളുടെ തറവാട്ടിലേക്ക്. എന്തിന്? അവിടെ കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലും നേർച്ചകൾ നടത്താനുള്ള അവകാശം നിങ്ങൾക്കല്ലേ? അതിൽ പവിയേട്ടനും ഭാര്യയ്ക്കും എന്താണ് കാര്യം? ഇതിനകത്ത് പവിയേട്ടന് എന്തോ ഒരു കുത്തിത്തിരിപ്പുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഏട്ടത്തി അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്തായിരിക്കില്ല. അത്രയ്ക്ക് പാവൊന്നുമല്ല നിങ്ങളുടെ ഏട്ടത്തി. അവര് നിങ്ങൾക്ക് ഈ വീട്ടില് അത്രയ്ക്കുള്ള നിലയും വിലയും മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങളെ കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് അവരെ കൊണ്ടുപോയി. അതിലെന്ത് ന്യായമുള്ളത്? ഇങ്ങനെ പോയാ നമ്മൾ ഈ മരുവത്തൂരിന്ന് ഇറങ്ങി പോവേണ്ടി വരും. ഇല്ലെങ്കിൽ അവരെല്ലാരും കൂടി നമ്മളെ എന്നെങ്കിലും ഇറക്കി വിടും. അതിനുള്ള ഗൂഢാലോചനകളൊക്കെ അവരുടെ മനസ്സിൽ ഇപ്പോഴേ കാണും. അതൊക്കെ നിന്റെ തോന്നല. അങ്ങനെ ഇറക്കി വിടാനായിരുന്നെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരുമായിരുന്നോ? നിനക്ക് ഓർമ്മയുണ്ടോ, ഈ വീട്ടിൽ നിന്ന് പലതവണ നമ്മൾ മാറി താമസിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴും അത് പാടില്ല എന്ന് പറഞ്ഞത് വിശ്വേട്ടനല്ല, ഏട്ടത്തിയാ. ഈ വീട്ടിൽ നിന്ന് ഒരാൾ പോലും മാറി താമസിക്കുന്നത് ഏട്ടത്തിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണല്ലോ എല്ലാരും കൂടി ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് കൂട്ടിയടിക്കുന്നത്. എന്തിനാ ഇങ്ങനെ കൂട്ടുകുടുംബര് താമസിക്കുന്നത്? അവൻ അവന്റെ കാര്യം നോക്കി വേറെ മാറി താമസിച്ചാ പോരെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാ മതി. അകന്നിരിക്കുന്നിടത്ത് മാത്രമേ സ്നേഹം കാണൂന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുന്നതിന്റെ സന്തോഷവും സുഖവും നിനക്കറിയാഞ്ഞിട്ടാ നീ ഇങ്ങനെ പറയുന്നത്. ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി, അത് ശരിയാ. പക്ഷേ ഒരുപാട് പേരുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുന്നത് ഒരു സന്തോഷം തന്നെയാ. ഓ, എനിക്കങ്ങനെ തോന്നുന്നില്ല. നമ്മുടെ മോന് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യമുണ്ടോ? ഇതുവരെ കമ്പനിയിൽ അവന് അർഹമായൊരു ജോലി കൊടുക്കാൻ നിങ്ങളുടെ ഏട്ടത്തി സമ്മതിച്ചോ? എല്ലാം തീരുമാനിച്ചപ്പോ ആരാ കുഴപ്പമുണ്ടാക്കിയത്? നിന്റെ മോൻ തന്നെയല്ലേ? അഞ്ജനയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞാൽ അവന് കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് ഏട്ടത്തി നമ്മളോട് പറഞ്ഞത് നീ മറന്നുപോയോ? അത് പറയാൻ അവന്റെ മുറിയിൽ ചെന്നപ്പോഴല്ലേ നിന്റെ മോൻ ഒളിച്ചോടിയ കാര്യം നമ്മൾ അറിഞ്ഞത്. അതിനിപ്പോ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ആൺകുട്ടികൾക്ക് കിട്ടുന്നത് അച്ഛന്റെ സ്വഭാവ. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് തന്നെയാ കാര്യം. അവനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേന്നുമല്ല, നിങ്ങളുടെ മോൻ തന്നെ അവൻ. അപ്പൊ അതിന്റെ സ്വഭാവ ഗുണം അവനും കാണും. പറഞ്ഞു നീ എന്റെ നെഞ്ചത്ത് കുറ്റം ചാരിവിക്കാൻ വരല്ലേ? പിന്നല്ലാതെ ഞാൻ ആരെ പറയണം? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഒരു കാര്യത്തിൽ ഇടപെടത്തുമില്ല. ഏട്ടത്തി എറിഞ്ഞു കൊടുക്കുന്ന എല്ലും കഷ്ണം നോക്കി നടക്കുകയും ചെയ്യും. നമുക്കാവശ്യമുള്ളത് ചോദിച്ചു മേടിക്കണം. അതാ മിടുക്ക്. എന്റെ മിടുക്കിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടെന്തായി? എന്ത് കാര്യം? എടി, അവൻ പ്രേമിക്കുന്ന പെണ്ണാരാണെന്ന് നീ അവനോട് ചോദിച്ചു മനസ്സിലാക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് നീ അവനോട് കാര്യം ചോദിച്ചോ? പിന്നെ ചോദിച്ച ഉടൻ അവൻ പറയാൻ പോവല്ലേ? നിങ്ങളുടെ അല്ലേ മോൻ? അച്ഛനെ പോലെ തന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അവനും ഭയങ്കര മിടുക്ക. അതെ, നിങ്ങൾക്ക് തന്നെ അവനെ വിളിച്ചു നിർത്തി ചോദിക്കാൻ പാടില്ലേ? ചോദിക്കാം. പക്ഷേ ഞാൻ ചോദിച്ചാൽ പിന്നെ ഞങ്ങൾ രണ്ടിൽ ഒരാൾ മാത്രമേ ഇവിടെ ബാക്കിയുണ്ടാവൂ.
ചിലപ്പോൾ സ്വന്തം മോനെ കൊന്ന കുറ്റത്തിന് എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് നീ തന്നെ അങ്ങ് ചോദിച്ചാൽ മതി. അങ്ങോട്ട് ചെന്നാ മതി. ആരാ ജയിലിൽ പോകുന്നേന്ന് നമുക്ക് കാണാം. ഇവൻ എന്താ ഫോൺ എടുക്കാത്തത്? പിണങ്ങിയിട്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. അതിന് ഞാൻ അവനോടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. അവൻ അങ്ങനെ എന്നോട് പിണങ്ങിയതൊന്നും ആയിരിക്കില്ല. അങ്ങനെ പിണങ്ങാൻ അവന് പറ്റില്ല. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവനോട് സംസാരിക്കാൻ സമയം കിട്ടിയതാ. ആ സമയത്ത് അവൻ ഫോൺ എടുക്കുന്നില്ല. ഇഡിയറ്റ്. അവന്റെ മുറി ചെന്ന് നോക്കിയാലോ? ഇവിടെയല്ലേ തേങ്ങ അടിക്കണ്ട? ദേ ഈ കല്ലിൽ എറിഞ്ഞുടച്ചാ മതി. മനസ്സിൽ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് വേണം നാളികേരം ഉടയ്ക്കാൻ. എന്റെ ഗണപതി ഭഗവാനെ, എന്റെ അമ്മയ്ക്കും ദർശനയ്ക്കും ഒന്നും സംഭവിക്കില്ലേ. എങ്ങനെയെങ്കിലും അഞ്ജനയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടണേ. എന്റെ രൂപേഷേട്ടാ, എന്താ ഇത്? ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചല്ലോ. ഇങ്ങനെയല്ല രൂപേഷേട്ടാ. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാ പോരാ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കണം. പലരും നമ്മളെ ശത്രുക്കളായിട്ടായിരിക്കും ഒരുപക്ഷെ കരുതുന്നത്. പക്ഷെ നമുക്കവരാരും ശത്രുക്കളല്ല. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിച്ചിട്ടാ നാളികേരം ഉടയ്ക്കേണ്ടത്. എങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം കിട്ടൂ. ഈശ്വരന് മുന്നിൽ പൂർണ്ണമായ സമർപ്പണം വേണം. മനസ്സിൽ മറ്റാരോടെങ്കിലും ഉള്ള ദേഷ്യവും വെറുപ്പോ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ഫലം കിട്ടില്ല. എന്റെ പൊന്ന് ഗണപതി ഭഗവാനെ, മരുവത്തൂർ വീട്ടിലുള്ള എല്ലാവർക്കും നല്ലത് വരുത്തണേ.